നമസ്കാരം, എല്ലാവർക്കും PSC ടോപ്പറിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 5ാമത്തെ ചാപ്റ്റർ, അതായത് സാമ്പത്തിക സ്രോതസ്സുകൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ടും പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകൾ, അതുപോലെ തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ അല്ലെങ്കിൽ പരിപാടികൾ, അതൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. നമ്മളോട് PSC പലപ്പോഴും ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ചാപ്റ്റർ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ മറ്റ് ക്ലാസ്സുകളിലെ ഇതിനു മുമ്പ് തന്നെ മറ്റ് ക്ലാസ്സുകളിലെ സോഷ്യൽ സയൻസിൻ്റെ ചാപ്റ്റേഴ്സും അതുപോലെ തന്നെ ബേസിക് സയൻസിൻ്റെ ചാപ്റ്റേഴ്സും ഈ പറയുന്ന SCERT ബേസ്ഡ് ആയിട്ടുള്ള ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മറക്കാതെ കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. സാമ്പത്തിക സ്രോതസ്സുകൾ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. നമ്മൾ പറഞ്ഞു പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകൾ നമ്മൾ ഇതിന് മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. ചെറിയ ക്ലാസ്സുകളിൽ തൊട്ട് നമ്മളിത് പറയുന്നതാണ്. അതായത് പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തുന്ന മേഖല പ്രാഥമിക മേഖല എന്നറിയപ്പെടുന്നു. അതായത് കൃഷി, അതുപോലെ വന്യമൃഗ പരിപാലനം അല്ലെങ്കിൽ മൃഗപരിപാലനം, അങ്ങനെയുള്ള കേസുകളൊക്കെ ഈ പറയുന്ന പ്രാഥമിക മേഖലയിലാണ്. കൃഷി, മൃഗപരിപാലനം ഇവയൊക്കെ പ്രാഥമിക മേഖലയിലാണ് ഉൾപ്പെടുന്നത്. അതായത് പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖല എങ്ങനെ അറിയപ്പെടുന്നു? പ്രാഥമിക മേഖലകൾ എന്നറിയപ്പെടുന്നു. അതായത് കൃഷിക്ക് കൂടുതൽ പ്രാധാന്യമുള്ളത് കൊണ്ട് കാർഷിക മേഖല എന്നും ഇത് അറിയപ്പെടുന്നു. അതായത് പ്രാഥമിക മേഖല തന്നെയാണ് എങ്ങനെ അറിയപ്പെടുന്നത്? കാർഷിക മേഖല എന്നറിയപ്പെടുന്നത്. പ്രാഥമിക മേഖലയാണ് കാർഷിക മേഖല. ഇനി പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുക്കളായിട്ട് ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയാണ് ദ്വിതീയ മേഖല. അതായത് പ്രാഥമിക മേഖലയിൽ, അതായത് കൃഷി വെച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് എന്തെങ്കിലും പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ആ ഒരു പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയാണ് ദ്വിതീയ മേഖല എന്ന് പറയുന്നത്. അതായത് പരുത്തി, തുണി വ്യവസായമൊക്കെ ഈ ദ്വിതീയ മേഖലയ്ക്ക് എക്സാമ്പിളാണ്. അതായത് വ്യവസായത്തിന് പ്രാധാന്യമുള്ള ഈ മേഖലയെ വ്യാവസായിക മേഖല എന്ന് പറയാം. അതായത് വ്യവസായത്തിന് പ്രാധാന്യമുള്ളതുകൊണ്ട് ദ്വിതീയ മേഖലയെ എങ്ങനെ പറയാം? വ്യാവസായിക മേഖല എന്ന് പറയാം. ഇനി പ്രാഥമിക, ദ്വിതീയ മേഖലയിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതിനും അതുപോലെ വിതരണം ചെയ്യുന്നതും സേവന മേഖലയിലെ പ്രവർത്തനങ്ങളാണ്. അതായത് തൃതീയ മേഖല എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സേവന മേഖലയാണ്. അതായത് പ്രാഥമിക, ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്ന് അവ സംഭരിക്കുന്നു, അതുപോലെ വിതരണം ചെയ്യുന്നു. ഇതൊക്കെ സേവന മേഖലയിലെ പ്രവർത്തനങ്ങളാണ്. അത് തൃതീയ മേഖല എന്നറിയപ്പെടുന്നു. ഇവയ്ക്ക് പുറമെ സേവന മേഖലയിലെ വിദ്യാഭ്യാസം, ഗതാഗതം, ബാങ്കിങ്, IT തുടങ്ങിയവയും ഉൾപ്പെടുത്തുന്നു. അതായത് ഉൽപ്പന്നങ്ങളുടെ വിതരണം മാത്രമല്ല, ഒപ്പം തന്നെ വിദ്യാഭ്യാസം, IT, അതുപോലെ തന്നെ ബാങ്കിങ്, അതുപോലെ ഗതാഗതം ഇവയൊക്കെ തൃതീയ മേഖലയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് സേവന പ്രവർത്തനങ്ങൾ എല്ലാം ചേർന്നതാണ് തൃതീയ മേഖല. അതുകൊണ്ട് ഇത് സേവന മേഖല എന്ന് അറിയപ്പെടുന്നു. പ്രാഥമിക മേഖല കാർഷിക മേഖലയാണ്. ദ്വിതീയ മേഖല എന്ന് വെച്ചാൽ വ്യാവസായിക മേഖലയാണ്. തൃതീയ മേഖല എന്ന് വെച്ചാൽ സേവന മേഖലയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇനി പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകൾ പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴാണ് സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നത്. അതായത് ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. പ്രാഥമിക മേഖലയിലെ കൃഷി ചെയ്യുന്നു. ആ കൃഷി ചെയ്ത് കിട്ടുന്ന, അതായത് പരുത്തിയാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ അത് വെച്ച് പരുത്തിത്തുണി ഉൽപ്പാദിപ്പിക്കുന്നു. ദ്വിതീയ മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്നു. ആ തുണി ഉപയോഗിച്ചിട്ടുണ്ടാകുന്ന പ്രൊഡക്ട്സ് തൃതീയ മേഖലയിൽ അതിൻ്റെ വിതരണമൊക്കെ നടത്തുന്നു. അതായത് ടെക്സ്റ്റൈൽസ് ഒക്കെ കാണിച്ചുകൊണ്ട് അതിൻ്റെ വിതരണമൊക്കെ നടത്തുന്നു. അതായത് ഇങ്ങനെ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകൾ പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴാണ് സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നത്. അതിൻ്റെ ഉദാഹരണം നമ്മൾ പറഞ്ഞു. പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നമായ പരുത്തി ദ്വിതീയ മേഖലയെ തുണി വ്യവസായ മേഖലയ്ക്ക് അസംസ്കൃത വസ്തുവാകുന്നു. വ്യവസായ മേഖലയിലെ തുണി ആവശ്യക്കാർക്ക് എത്തിക്കുന്നത് ഗതാഗത, വാർത്താവിനിമയ രംഗത്തെ സഹായങ്ങളും അതിൻ്റെ ആ ഒരു സഹായങ്ങളും അതിന് ആവശ്യമാണ്. ഇവയെല്ലാം തൃതീയ മേഖലയിലെ സേവനങ്ങളാണ്. അതായത് വാർത്താവിനിമയ, ഗതാഗത സൗകര്യങ്ങളൊക്കെ തൃതീയ മേഖലയുമായി ബന്ധപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് മൂന്നും കൂടെ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ സാമ്പത്തിക വളർച്ച സാധ്യമാവൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളെ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് അഥവാ CSO വർഗീകരിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണെന്ന് നോക്കാം. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഈ പറയുന്ന ഓഫീസ് പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളെ വർഗീകരിച്ചിട്ടുണ്ട്. അതായത് പ്രാഥമിക മേഖല എന്ന് വെച്ചാൽ വനപരിപാലനം, അതുപോലെ മത്സ്യബന്ധനം, ഖനനം, കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും. നമുക്ക് കൃഷി അറിയാം. അതായത് കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും, വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം ഇവയൊക്കെ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നു. ഖനനം പ്രാഥമിക മേഖലയിലാണ്.
ഇനി ദ്വിതീയ മേഖലയിലാണ് വ്യവസായം, വൈദ്യുതി ഉൽപാദനം, കെട്ടിട നിർമ്മാണം. വ്യവസായം, വൈദ്യുതി ഉൽപാദനം, കെട്ടിട നിർമ്മാണം ഇവയൊക്കെ ഏത് മേഖലയിലാണ്? ദ്വിതീയ മേഖലയിലാണ്. ഇനി തൃതീയ മേഖലയിൽ കുറേ കാര്യങ്ങളുണ്ട്. അതായത് വ്യാപാരം നമ്മൾ പറഞ്ഞു, ഗതാഗതം നമ്മൾ പറഞ്ഞു, വാർത്താവിനിമയം നമ്മൾ പറഞ്ഞു, ഹോട്ടല്, അതുപോലെ സംഭരണം, അതുപോലെ ബാങ്കിങ്, ഇൻഷുറൻസ്, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ഇവയൊക്കെ തൃതീയ മേഖലയിലാണ്. ഏതൊക്കെയാണ്? വ്യാപാരം, ഗതാഗതം, ഹോട്ടല്, വാർത്താവിനിമയം, സംഭരണം, ബാങ്കിങ്, അതുപോലെ ഇൻഷുറൻസ്, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ഇവയൊക്കെ തൃതീയ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സേവനങ്ങളാണെന്നുള്ളത് ഓർത്തു വെക്കണം. ഇനി എന്താണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്ന് നോക്കാം. കേന്ദ്ര സ്ഥിതിവിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്ന് വെച്ചാൽ കേന്ദ്ര സ്ഥിതിവിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. പ്രധാന ചുമതലകൾ എന്തൊക്കെയാണ്? സ്ഥിതിവിവര കണക്കുകളുടെ സംയോജനവും വിശകലനവും നടത്തുന്നു. ഈ പറയുന്ന സ്ഥിതിവിവര കണക്കുകളുടെ സംയോജനം, വിശകലനം. പിന്നെ എല്ലാ മേഖലയിലെയും സ്ഥിതിവിവര കണക്കുകൾ ശേഖരിച്ച് ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരത്തിൽ ചിട്ടപ്പെടുത്തുന്നു. ഈ 3 മേഖലകളിലെയും സ്ഥിതിവിവര കണക്കുകൾ ശേഖരിച്ച് ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരത്തിൽ ചിട്ടപ്പെടുത്തുന്നു. സ്ഥിതിവിവര കണക്കുകൾ ഉപയോഗപ്പെടുത്തി ദേശീയ വരുമാനം കണ്ടെത്തുന്നു. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറയുന്ന സ്ഥിതിവിവര കണക്കുകൾ ഉപയോഗപ്പെടുത്തി ദേശീയ വരുമാനം അഥവാ നാഷണൽ ഇൻകം കണ്ടുപിടിക്കുന്നത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആണെന്നുള്ളത് ഓർത്ത് വെക്കണം. ഇനി നോക്കാം മേഖലകളും തൊഴിൽ ലഭ്യതയും. അതായത് പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൾപ്പെടുന്നവയാണ് നമുക്ക് ചുറ്റും കാണുന്ന എല്ലാ തൊഴിലുകളും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അതുപോലെ തന്നെ ഇന്ത്യയിൽ ഈ 3 മേഖലകളിൽ നിന്നുള്ള തൊഴിൽ ലഭ്യതയും വ്യത്യസ്തമാണ്. അതായത് ചില മേഖലയിലെ തൊഴിൽ ലഭ്യത കൂടി വരുമ്പോൾ മറ്റു ചില മേഖലയിലെ തൊഴിൽ ലഭ്യത കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. അതായത് ഇവിടെ ഈ ഒരു ടേബിൾ കാണുമ്പോൾ പ്രാഥമിക മേഖലയിൽ, അതായത് കാർഷിക മേഖലയിൽ 1993 ഉള്ളതിനേക്കാളും തൊഴിൽ ലഭ്യത 2011 ആയപ്പോൾ കുറഞ്ഞതായിട്ട് നമുക്ക് കാണാം. അതുപോലെ തൃതീയ മേഖലയിൽ 1993 ഉണ്ടായിരുന്ന ആ ഒരു തൊഴിൽ ലഭ്യതയെക്കാളും 2011 ആയപ്പോൾ കൂടി എന്ന് നമുക്ക് മനസ്സിലാവും. അതായത് സേവന മേഖലയിലെ തൊഴിൽ ലഭ്യത ഇവിടെ കൂടി വരുന്നതായിട്ടും പ്രാഥമിക മേഖലയിലെ തൊഴിൽ ലഭ്യത കുറഞ്ഞു വരുന്നതായിട്ടും കാണാം. എന്നാൽ ദ്വിതീയ മേഖലയിലെ തൊഴിൽ ലഭ്യതയും കൂടിയാണ് വരുന്നത്. അതായത് ദ്വിതീയ, തൃതീയ മേഖലകളിലെ തൊഴിൽ ലഭ്യത കൂടുന്നു, എന്നാൽ പ്രാഥമിക മേഖലയിൽ അത് കുറഞ്ഞു വരുന്നതായിട്ടാണ് നമുക്ക് ഈ പറയുന്ന ഒരു എക്കണോമിക് സർവേയുടെ കണക്കനുസരിച്ച് മനസ്സിലാകുന്നത്. ഇനി നോക്കാം ഭക്ഷ്യോൽപാദനം. സ്വാതന്ത്ര്യം ലഭിച്ചത് മുതൽ ഇന്ത്യ പ്രാഥമിക മേഖലയുടെ വികസനത്തിന് പ്രാധാന്യം നൽകിയിരുന്നു. ആസൂത്രണത്തോടെയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭക്ഷ്യോൽപാദന രംഗത്ത് ധാരാളം മാറ്റങ്ങൾ ഉണ്ടാക്കി. തൊഴിലവസരങ്ങൾ വർദ്ധിക്കുക മാത്രമല്ല, ഭക്ഷ്യോൽപാദനവും ഗണ്യമായിട്ട് വർദ്ധിച്ചു. അതായത് സ്വാതന്ത്ര്യം ലഭിച്ചത് മുതൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ഏത് മേഖലയുടെ വികസനത്തിനാണ് പ്രാധാന്യം നൽകിയത്? പ്രാഥമിക മേഖലയുടെ വികസനത്തിനാണ് പ്രാധാന്യം നൽകിയത്. അങ്ങനെ ഇന്ത്യയിലെ ഭക്ഷ്യോൽപാദനം വർദ്ധിക്കുന്നു. അതായത് തൊഴിൽ അവസരം വർദ്ധിച്ചു, അതുപോലെ തന്നെ ഭക്ഷ്യോൽപാദനം വർദ്ധിച്ചു. ഇനി എന്താണ് ദാരിദ്ര്യം അഥവാ പോവർട്ടി എന്ന് നോക്കാം. അതായത് ആസൂത്രണ കമ്മീഷന്റെ ശുപാർശ പ്രകാരം നഗരപ്രദേശങ്ങളിൽ 2100 കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരും ഗ്രാമപ്രദേശങ്ങളിൽ 2400 കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരും ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്. നഗരപ്രദേശങ്ങളാണെങ്കിൽ 2100 കലോറി താഴെ പോഷകാഹാരം ലഭിക്കുന്നവരും ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ 2400 കലോറിയിൽ താഴെ, നഗരമാണെങ്കിൽ 2100 കലോറിയിൽ താഴെ, ഗ്രാമമാണെങ്കിൽ 2400 കലോറിയിൽ താഴെ ഈ പറയുന്ന പോഷകാഹാരം ലഭിക്കുന്നവരൊക്കെ ദരിദ്രരാണെന്നാണ് ഈ പറയുന്ന ആസൂത്രണ കമ്മീഷന്റെ ആ ഒരു കണക്കനുസരിച്ച് പറയുന്നത്. ഇനി 2011-12 സാമ്പത്തിക സർവേ അനുസരിച്ചുള്ള കണക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ 29.8% ദാരിദ്ര്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ ബീഹാറിലാണ്, അതുപോലെ കുറവ് ഹിമാചൽ പ്രദേശിലാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി ഭക്ഷ്യവസ്തുക്കൾ ആവശ്യക്കാർക്ക് ആവശ്യാനുസരണം ലഭ്യമാവുമ്പോഴാണ് ഭക്ഷ്യ സുരക്ഷ സാധ്യമാകുന്നത്. അത് നമുക്കറിയാം. ഭക്ഷ്യവസ്തുക്കൾ ആവശ്യക്കാർക്ക് ആവശ്യാനുസരണം ലഭ്യമാകുമ്പോഴാണ് ഭക്ഷ്യ സുരക്ഷ സാധ്യമാകുന്നത്. എല്ലാ ജനങ്ങൾക്കും എല്ലാ കാലവും സജീവവും ആരോഗ്യകരവുമായ ജീവിതം നയിക്കുന്നതിന് ആവശ്യമായ അത്ര പോഷകപ്രധാനമായ ഭക്ഷണം ലഭിക്കുന്നതിനുള്ള ഭൗതികവും സാമ്പത്തികവുമായുള്ള പ്രാപ്തി ഉറപ്പുവരുത്തുന്ന അവസ്ഥയാണ് ഭക്ഷ്യസുരക്ഷ. എന്താണ് ഭക്ഷ്യസുരക്ഷ എന്നാണ് പറയുന്നത്? അതായത് ഒരു രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും എല്ലാ കാലവും
സജീവവും ആരോഗ്യകരവുമായുള്ള ജീവിതം നയിക്കുന്നതിന് ആവശ്യമായ അത്ര പോഷകപ്രധാനമായിട്ടുള്ള ഭക്ഷണം ലഭിക്കുന്നതിനുള്ള ഭൗതികവും സാമ്പത്തികവുമായുള്ള പ്രാപ്തി ഉറപ്പുവരുത്തുന്ന അവസ്ഥയാണ് ഭക്ഷ്യസുരക്ഷ. പഠിച്ചു വയ്ക്കണം. അതായത് ഒരു രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും എല്ലാ കാലവും സജീവവും ആരോഗ്യകരവുമായിട്ടുള്ള ജീവിതം നയിക്കുന്നതിന് ആവശ്യമായത്ര പോഷകപ്രധാനമായിട്ടുള്ള ഭക്ഷണം ലഭിക്കുന്നതിനുള്ള ഭൗതികവും സാമ്പത്തികപരവുമായിട്ടുള്ള പ്രാപ്തി ഉറപ്പുവരുത്തുന്ന ഒരവസ്ഥയാണ് ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത്. ഇനി ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്താണെന്ന് നോക്കാം. ഒരു രാജ്യത്തിന് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ആ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നുവെങ്കിൽ ആ രാജ്യം ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തമാണെന്ന് പറയാം. എന്താണ് ഭക്ഷ്യ സ്വയം പര്യാപ്തത? സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ് എന്ന് വെച്ചാൽ ഒരു രാജ്യത്ത് ആവശ്യമായിട്ടുള്ള അത്രയും ഭക്ഷ്യവസ്തുക്കൾ ആ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുവാണെങ്കിൽ ആ രാജ്യം ഭക്ഷ്യ സ്വയം പര്യാപ്തത നേടിയിട്ടുണ്ടെന്ന് പറയാം. അതായത് ഒരു രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ആ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്നുവെങ്കിൽ ആ രാജ്യം ഈ പറയുന്ന ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ഭക്ഷ്യ സ്വയം പര്യാപ്തത നേടിയെന്ന് പറയാൻ പറ്റും. ഇനി നമുക്ക് നോക്കാം ഇന്ത്യയിലെ പ്രധാന ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നോക്കാം. അതായത് പല ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളും പരിപാടികളും നടപ്പിലാക്കിയും പൊതുവിതരണ സമ്പ്രദായം ശക്തിപ്പെടുത്തിയുമാണ് സർക്കാരുകൾ ഭക്ഷ്യസുരക്ഷ എന്ന ലക്ഷ്യം നേടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ്? പല ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളും പരിപാടികളും അതുപോലെ തന്നെ പൊതുവിതരണ സമ്പ്രദായം ശക്തിപ്പെടുത്തിയുമാണ് ഈ പറയുന്ന ഭക്ഷ്യസുരക്ഷ നേടാൻ, ആ ഒരു ലക്ഷ്യം നേടാൻ സർക്കാരുകൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് പ്രധാന പദ്ധതികളും പരിപാടികളും നമുക്ക് നോക്കാം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. സർക്കാർ പദ്ധതികളാണ് അന്നപൂർണ, അന്ത്യോദയ അന്ന യോജന, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്കർ യോജന. ഏതൊക്കെയാണ് പ്രധാന സർക്കാർ പദ്ധതികൾ? അന്നപൂർണ, അന്ത്യോദയ അന്ന യോജന, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്കർ യോജന. ഇനി സർക്കാർ പരിപാടികൾ ഏതൊക്കെയാണ്? സംയോജിത ശിശുവികസന പരിപാടി, സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടി, ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം. ഇവയൊക്കെ സർക്കാർ പരിപാടികളാണ്. സർക്കാർ പദ്ധതികളും പറഞ്ഞു, പരിപാടികളും പറഞ്ഞു. നമുക്ക് നോക്കാം. സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്കർ യോജന. അതായത് നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുന്ന ഒരു പദ്ധതിയാണ് സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്കർ യോജന. സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. എന്താണ് സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു? നഗരങ്ങളിൽ തൊഴിൽ രഹിതരെ സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്കർ യോജന. ഇനി നമുക്ക് നോക്കാം ഉച്ചഭക്ഷണ പരിപാടി. എല്ലാ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളിലെയും 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന പരിപാടിയാണ് ഉച്ചഭക്ഷണ പരിപാടി. അതായത് സ്കൂൾ മുഖേന പോഷകമൂല്യമുള്ള ആഹാരം ഉറപ്പുവരുത്തുന്നു. അതായത് 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് ഉച്ചഭക്ഷണ പരിപാടി എന്ന് ഓർത്തു വയ്ക്കുക. ഇനി ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം, അതൊരു പരിപാടിയാണ്. സ്വയം സഹായ സംഘങ്ങൾക്ക് സഹായം നൽകുന്നു. അതായത് ഈ പറയുന്ന സ്വയം തൊഴിൽ പോലെ തന്നെ സ്വയം സഹായ സംഘങ്ങൾക്ക് സഹായം നൽകുന്നു. ബാങ്ക് വായ്പയിലൂടെയും സബ്സിഡിയിലൂടെയും പണം നൽകുന്നു. അതാണ് ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം. അതൊരു ഈ പറയുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയാണ്. സ്വയം സഹായ സംഘങ്ങൾക്ക് സഹായം നൽകുന്നു. ബാങ്ക് വായ്പയിലൂടെയും സബ്സിഡിയിലൂടെയും പണം നൽകുന്നു. അതാണ് ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം. ഇനി നമുക്ക് നോക്കാം സംയോജിത ശിശുവികസന പരിപാടി, ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അഥവാ ICDS എന്ന് പറയും. സംയോജിത ശിശുവികസന പരിപാടി അതായത് അംഗൻവാടികൾ മുഖേന നടപ്പിലാക്കുന്നു. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർക്കാണ് ഗുണം കിട്ടുന്നത്. നിശ്ചിത അളവിൽ പോഷകാഹാരം ലഭ്യമാകുന്നു. അതായത് ഈ അമൃതം പൊടിയൊക്കെ ഈ പറയുന്ന സംയോജിത ശിശുവികസന പരിപാടിയുടെ കീഴിൽ വരുന്നതാണ്. അംഗൻവാടികൾ മുഖേനയാണ് നടപ്പിലാക്കുന്നത്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർക്കാണ് ഗുണം കിട്ടുന്നത്. നിശ്ചിത അളവിൽ പോഷകാഹാരം ലഭ്യമാക്കുന്നു. ഇനി എന്താണ് അന്നപൂർണ എന്ന് നോക്കാം. സ്വന്തമായി വരുമാനമില്ലാത്ത 65 വയസ്സിന് മേൽ പ്രായമുള്ളവർക്ക് പ്രയോജനം നൽകുന്ന ഒരു പദ്ധതിയാണ് അന്നപൂർണ. മാസം 10 കിലോ അരി സൗജന്യമായി റേഷൻ കടയിലൂടെ നൽകുന്നു. അതായത് സ്വന്തമായി വരുമാനമില്ലാത്ത 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് മാസം 10 കിലോ അരി റേഷൻ കടയിലൂടെ സൗജന്യമായിട്ട് നൽകുന്ന പദ്ധതിയാണ് അന്നപൂർണ. ഇനി അന്ത്യോദയ അന്ന യോജന ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു പദ്ധതിയാണ് അന്ത്യോദയ അന്ന യോജന. മാസം 35 കിലോ അരി
3 രൂപയ്ക്കും അതുപോലെ ഗോതമ്പ് 35 കിലോ ആണെങ്കിൽ 2 രൂപയ്ക്കും വെച്ച് അന്ത്യോദയ അന്ന യോജനയിൽ കൊടുക്കുന്നു. അതായത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനം കിട്ടുന്ന ഒരു പദ്ധതിയാണ് അന്ത്യോദയ അന്ന യോജന. മാസം 35 കിലോ അരിയാണ് 3 രൂപയ്ക്ക് കിട്ടുന്നത്, ഗോതമ്പാണെങ്കിൽ 2 രൂപയ്ക്ക്. ഇനി നോക്കാം, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ജോലി ചെയ്യാൻ ആരോഗ്യവും സന്നദ്ധതയും ഉള്ളവർക്ക് തൊഴിൽ നൽകുന്ന പദ്ധതിയാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. 100 ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്ന പദ്ധതിയാണ്. 100 ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്നു. 18 വയസ്സ് പൂർത്തിയായവർക്ക് രജിസ്റ്റർ ചെയ്യാം. ഗുണഭോക്താക്കളിൽ 1/3 സ്ത്രീകളായിരിക്കണം. അതാണ് അതിൻ്റെ കണ്ടീഷൻസ്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ജോലി ചെയ്യാൻ ആരോഗ്യവും സന്നദ്ധതയും ഉള്ളവർക്ക് തൊഴിൽ നൽകുന്നു. 100 ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്നു. 18 വയസ്സ് പൂർത്തിയായവർക്ക് രജിസ്റ്റർ ചെയ്യാം. ഗുണഭോക്താക്കളിൽ 1/3 സ്ത്രീകളായിരിക്കണം. ഇനി കേരളത്തിലെ പൊതുവിതരണ സമ്പ്രദായം നോക്കാം. അതായത് എന്താണ് പൊതുവിതരണ സംവിധാനം അഥവാ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം? ന്യായമായ വിലയ്ക്ക് സമൂഹത്തിൽ ആവശ്യക്കാരായവർക്ക് ഭക്ഷ്യവസ്തുക്കളും മറ്റ് നിത്യോപയോഗ വസ്തുക്കളും നൽകുവാൻ ചുമതലപ്പെട്ടതും സർക്കാർ നിയന്ത്രണത്തിലുള്ളതുമായ സ്ഥാപനങ്ങളുടെ ശൃംഖലയാണ് പൊതുവിതരണ സംവിധാനം. എന്താണ്? ന്യായമായ വിലയ്ക്ക് സമൂഹത്തിൽ ആവശ്യക്കാരായുള്ളവർക്ക് ഭക്ഷ്യവസ്തുക്കളും മറ്റ് നിത്യോപയോഗ വസ്തുക്കളും നൽകുവാൻ ചുമതലപ്പെട്ടതും സർക്കാർ നിയന്ത്രണത്തിലുള്ളതുമായ സ്ഥാപനങ്ങളുടെ ശൃംഖലയ്ക്കാണ് പൊതുവിതരണ സംവിധാനം അഥവാ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് പൊതുവിതരണ കേന്ദ്രം അഥവാ നമ്മുടെ റേഷൻ കട. അതായത് അരി, ഗോതമ്പ്, പഞ്ചസാര, മണ്ണെണ്ണയൊക്കെയാണ് അവിടെ ലഭ്യമാകുന്നത്, പൊതുവിതരണ കേന്ദ്രം. അതുപോലെ ഹോർട്ടികോർപ്പ്, അവിടെ പച്ചക്കറികൾ, ഹോർട്ടികോർപ്പിൽ പച്ചക്കറികൾ. അതുപോലെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ്, നന്മ സ്റ്റോർ, നീതി സ്റ്റോർ, ലാഭം സപ്ലൈകോ മാർക്കറ്റ്, മാവേലി സ്റ്റോർ, ത്രിവേണി സൂപ്പർ മാർക്കറ്റ്, ത്രിവേണി ഫ്ലോട്ടിംഗ് സൂപ്പർ മാർക്കറ്റ്, ഇവിടെയൊക്കെ എല്ലാ നിത്യോപയോഗ സാധനങ്ങളും ലഭ്യമാകുന്നു. ഇതൊക്കെ പൊതുവിതരണ കേന്ദ്രങ്ങൾക്ക് എക്സാമ്പിളാണ്. പൊതുവിതരണ കേന്ദ്രം റേഷൻ കട, അരി, ഗോതമ്പ്, പഞ്ചസാര, മണ്ണെണ്ണ. ഹോർട്ടികോർപ്പിലാണെങ്കിൽ പച്ചക്കറികൾ. അതുപോലെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ്, നന്മ സ്റ്റോർ, നീതി സ്റ്റോർ, ലാഭം സപ്ലൈകോ മാർക്കറ്റ്, മാവേലി സ്റ്റോർ, ത്രിവേണി സൂപ്പർ മാർക്കറ്റ്, ത്രിവേണി ഫ്ലോട്ടിംഗ് സൂപ്പർ മാർക്കറ്റ്, ഇവിടെയൊക്കെ എല്ലാ നിത്യോപയോഗ സാധനങ്ങളും ലഭ്യമാകുന്നു. അതുതന്നെയാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി ഭക്ഷ്യോൽപാദനം നേരിടുന്ന വെല്ലുവിളികൾ എന്താണെന്ന് നോക്കാം. പ്രകൃതിക്ഷോഭം മൂലമുണ്ടാകുന്ന കൃഷിനാശം, കൃഷിഭൂമികൾ മറ്റ് ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നത്, സബ്സിഡി കുറയ്ക്കുന്നത്, യന്ത്രസാമഗ്രികൾ വാങ്ങാൻ കഴിയാത്ത അവസ്ഥ, അതുപോലെ കാലാവസ്ഥയിൽ വരുന്ന മാറ്റം, ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാൻ കഴിയാത്തത്, രാസവളങ്ങളുടെ അമിത ഉപയോഗം ഭൂമിയുടെ ബലഭൂഷ്ടി നഷ്ടപ്പെടുത്തുന്നത്, ഇവയൊക്കെ നമ്മുടെ ഇന്ത്യയിലെ ഭക്ഷ്യോൽപാദനം നേരിടുന്ന വെല്ലുവിളികളാണ്. എന്തൊക്കെയാണ്? പ്രകൃതിക്ഷോഭം മൂലമുണ്ടാകുന്ന കൃഷിനാശം, അതുപോലെ കൃഷിഭൂമി മറ്റാവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നത്, സബ്സിഡി കുറയ്ക്കുന്നത്, യന്ത്രസാമഗ്രികൾ വാങ്ങാൻ കഴിയാത്ത അവസ്ഥ, കാലാവസ്ഥയിൽ വരുന്ന മാറ്റം, ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാൻ കഴിയാത്തത്, രാസവളങ്ങളുടെ അമിത ഉപയോഗം മൂലം ഭൂമിയുടെ ബലഭൂഷ്ടി നഷ്ടപ്പെടുന്നത്. ഇതൊക്കെ ഭക്ഷ്യോൽപാദനം നേരിടുന്ന പ്രധാന വെല്ലുവിളികളാണ്. ഈ വെല്ലുവിളികളെ മറികടക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഭക്ഷ്യോൽപാദനം കൂടുവാനും ആവശ്യാനുസരണം വിതരണം ചെയ്യുവാനും അതുവഴി ഭക്ഷ്യസുരക്ഷ എന്ന ലക്ഷ്യം നേടുവാനും കഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഭക്ഷ്യോൽപാദനം വർദ്ധിച്ചാൽ മാത്രമേ ഭക്ഷ്യസുരക്ഷ എന്ന ലക്ഷ്യം സർക്കാരുകൾക്ക് നേടിയെടുക്കാൻ പറ്റൂ എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട പോയിന്റ്സ് വരുന്നത്. നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ കൂടുതലും തിയറി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഇതിങ്ങനെയൊക്കെയാണ് നമുക്കിത് ഡിസ്കസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഒരു പോയിന്റ്സും അതിൽ വിട്ട് കളയാതെ തന്നെ നമ്മളതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു ചാപ്റ്ററുമായിട്ട് കാണാം. താങ്ക് യു.